ഈ പെർഫ്യൂമിന് എക്സ്പയറി ഡേറ്റ് ഉള്ളത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതിന് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു. Depending on your bottle, you could get 2,400 sprays, 1,600 or a measly... നിങ്ങൾക്ക് അറിയായിരിക്കും, പെർഫ്യൂം റിലേറ്റഡ് കണ്ടന്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരു പെർഫ്യൂം, ഒരു 100 ml പെർഫ്യൂം ബോട്ടിലിൽ 1,600 മുതൽ 2,000 വരെ സ്പ്രേസ് കിട്ടുന്നുണ്ടെന്നാണ് മൂപ്പർ പറയണത്. അപ്പോൾ നമ്മളിത് എത്ര കുറച്ച് അത് ഹെവി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താലും, ഹെവി യൂസർ ആണെങ്കിൽ പോലും ഒരു 100 ml പെർഫ്യൂം മാക്സിമം ഒരു 36 to 40 ഡേയ്സ് നമുക്കിത് കിട്ടും, ഒരു 100 ml ഒരു ബോട്ടിൽ. അതായത് ഒരാൾക്ക് ഒരു വർഷം ഒരു 10 ബോട്ടിലുണ്ടെങ്കിൽ ഒരു വർഷത്തേക്കുള്ള പെർഫ്യൂം ആയി എന്നാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ പെർഫ്യൂം കളക്ട് ചെയ്യുന്നവരോടാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. കുറച്ച് ലെങ്ത് ഉണ്ടാവും. കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളതല്ല. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന് ഒരുപാട് പെർഫ്യൂം കളക്ഷൻ ഉണ്ടാവും. അത് 5 വർഷമൊക്കെ കഴിയുമ്പോൾ എക്സ്പയറി ആയി പോകും. അതൊന്നും അവർക്കൊരു വിഷയമുള്ള കേസല്ല. പക്ഷെ നമ്മൾ ഒരു പേഴ്സണൽ കളക്ഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു 10 അല്ലെങ്കിൽ ഒരു 20 ബോട്ടിലോ ആയിട്ടുണ്ടെങ്കിൽ, പിന്നെ നിങ്ങൾ അനാവശ്യമായിട്ട് മാർക്കറ്റിൽ ഇറങ്ങുന്നത് അല്ലെങ്കിൽ ട്രെൻഡിങ് ആവുന്ന പെർഫ്യൂം എല്ലാം ഇറങ്ങുന്നതിനനുസരിച്ച് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം, ഇതിന് എക്സ്പയറി ഉണ്ട്. എക്സ്പയറി ഉള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മളിങ്ങനെ ചവറ് പോലെ വാങ്ങി വെക്കുന്നത് എന്ന കാര്യം ഓർക്കുക. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഒരു 20 ബോട്ടിലുണ്ടെങ്കിൽ അടുത്ത 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ നിങ്ങൾക്ക് ഇനി വേറെ പെർഫ്യൂമിൻ്റെ ആവശ്യമില്ല. 3 വർഷം ഉപയോഗിച്ചാലും ആ കറൻ്റ് ഉള്ളത് നിങ്ങളുടെ തീരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ, നിങ്ങളൊരു പെർഫ്യൂം എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കളക്ടർ ആണെങ്കിൽ, ഇറങ്ങുന്നതെല്ലാം പോയി വാങ്ങാതെ നിങ്ങൾ ഒരു യുണീക്കായിട്ടുള്ള സ്മെല്ല് തേടി പോവുക. യുണീക്കായിട്ടുള്ള ഫ്രാഗ്രൻസുകൾ നോക്കി മാത്രം ഫോളോ ചെയ്യുക, അത് പർച്ചേസ് ചെയ്യുക. അല്ലെങ്കിൽ നീഷ് ഫ്രാഗ്രൻസുകളുണ്ട്, ആർട്ടിസാനൽ ഫ്രാഗ്രൻസുകളുണ്ട്, ഊത് ഓയിലുകൾ, ഇപ്പോൾ പ്യുവർ ഓയിൽസ്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ടൈം എടുക്കും. കാരണം ഇത് ഫൈൻഡ് ഔട്ട് ചെയ്ത് യുണീക്കായിട്ടുള്ളത് മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നല്ല ടൈം എടുക്കും. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വരും. അപ്പോൾ നിങ്ങളുടെ ഈ 20 എന്നുള്ളത് അടുത്ത 30-40 ആവാനൊക്കെ നല്ല സമയം എടുക്കും. അതുമാത്രമല്ല, നിങ്ങളുടെ കളക്ഷനിലുള്ളത് അത്രയ്ക്ക് യുണീക്കായിട്ടുള്ളതും അതുപോലെ തന്നെ റെയർ ആയിട്ടുള്ളതൊക്കെയുള്ള ഫ്രാഗ്രൻസ് ആയിട്ട് മാറും ഓട്ടോമാറ്റിക്കലി. അല്ലെങ്കിൽ നിങ്ങൾ ഈ സെയിം DNA തന്നെയുള്ള പല ടൈപ്പ് ഓഫ് ബോട്ടിലിൽ വരുന്ന പല ബ്രാൻഡിൻ്റെ തന്നെ ഇങ്ങനെ വാങ്ങി 50, 60, 100 ഒക്കെ ആവും. പക്ഷെ അവസാനം നിങ്ങൾ അതെല്ലാം കൂടി എടുത്തുനിന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരേ ടൈപ്പ് ഓഫ് DNA പല പല ബോട്ടിലായ ഒരു അവസ്ഥയിലായിട്ടും ഉണ്ടാവുക. ഇത് പറയാൻ കാരണം, ഞാൻ ഈ കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കുറേ പേരായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാളായിട്ട് ഞങ്ങൾ സംസാരിച്ചു. പുള്ളിക്ക് പെർഫ്യൂമിനെ കുറിച്ച് ഒരുപാട് അറിയാം. അപ്പോൾ നമ്മളെപ്പോഴും സംസാരിക്കലുണ്ട്. ഒരു 500ൻ്റെ അടുത്ത് പുള്ളിക്ക് പേഴ്സണൽ കളക്ഷൻ ഉണ്ട്. പുള്ളി കണ്ടന്റ് ക്രിയേറ്ററൊന്നും അല്ല കേട്ടോ. അപ്പോൾ പുള്ളി എനിക്ക് കുറേ പെർഫ്യൂം തരലുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാനും അത് റിവ്യൂ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ പുള്ളി റൂമിൽ ഞാൻ പോയിട്ടില്ല, മൂപ്പരുടെ റൂമിൽ ഞാൻ പോയിട്ടില്ല. പക്ഷേ മൂപ്പർ അയച്ച ഫോട്ടോയിൽ നിന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരേ DNA തന്നെ വരുന്ന മിഡിൽ ഈസ്റ്റേൺ ബ്രാൻഡുകൾ, പല ബ്രാൻഡുകളുടെ പെർഫ്യൂംസ് പുള്ളി വാങ്ങി വെച്ചിട്ടുണ്ട്. 500+ കളക്ഷനുള്ള ഒരാളാണ്. പക്ഷെ ഒരൊറ്റ നീഷ് ബ്രാൻഡില്ല, ഒരു ആർട്ടിസാനൽ ബ്രാൻഡോ അങ്ങനെ ഒന്നും സംഭവങ്ങളില്ല. അപ്പോൾ പുള്ളി സത്യം പറഞ്ഞ ഒരു പെർഫ്യൂം എന്തൂസിയാസ്റ്റോ അല്ലെങ്കിൽ പെർഫ്യൂം കളക്ടറിനേക്കാളും ഉപരി എനിക്ക് തോന്നിയത് ഒരു ബ്രാൻഡ്, ഒരു ഷോപ്പ് ഹോളിക്ക് പോലെയായിട്ട് എനിക്ക് ബ്രാൻഡ് മാർക്കറ്റിൽ ഇറങ്ങുന്ന ട്രെൻഡിങ് ആവുന്ന എല്ലാം ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയതായിട്ടുള്ളോ അല്ലെങ്കിൽ യുണീക്കായിട്ടുള്ളതോ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമല്ല പുള്ളിയുടെ സൈഡിൽ നിന്ന്. അപ്പോൾ അങ്ങനെ നിങ്ങളായി പോകരുത്. നിങ്ങൾ ഓൾറെഡി ഒരു 20 അല്ലെങ്കിൽ 15+ ബോട്ടിൽസിന് കളക്ഷൻ നിങ്ങൾക്ക് ആയെങ്കിൽ പിന്നെ നിങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന ട്രെൻഡിങ് ആവണതിൻ്റെ പുറകെ പോകരുത്. ലുക്ക് ഫോർ യുണീക്കായിട്ടുള്ള നല്ല ആർട്ടിസാനലായിട്ടുള്ള ക്രാഫ്റ്റ് ചെയ്ത് വരുന്ന നല്ല നീഷ് ഫ്രാഗ്രൻസോ അല്ലെങ്കിൽ ആർട്ടിസാനൽ ഫ്രാഗ്രൻസോ മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഞാനിത് ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു ഉദാഹരണം കണ്ടപ്പോൾ പറയുമെന്ന് തോന്നി പറഞ്ഞതാണ്. ചിലപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത്. എന്തായാലും ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ കാണാം.